കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സുപ്രീംകോടതിയുടെ പരാമർശമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് അർഹമായ തുക കിട്ടണമെന്നുള്ളതാണ് ആവശ്യം. പങ്കുവയ്പിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. കേന്ദ്രം സംസ്ഥാനങ്ങളോട് വിവേചനപരമായ സമീപനം സ്വീകരിക്കരുതെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന് അർഹമായ ഈ വർഷം കിട്ടേണ്ട പണം തരുമെന്ന് പറഞ്ഞിരുന്നു. അത് കോടതി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഒന്നാമത്തെ ഫൈൻഡിങ് അതായിരുന്നു. ഈ വർഷം കൊടുക്കാനുള്ള അർഹമായ തുക കൊടുക്കണം. 13,600 കോടിയോളം രൂപ അനുവദിക്കണം തീരുമാനിച്ചു. ഏതായാലും അത് അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുക്കുന്നു. അതിന്റെ 8,000-ലധികം കോടി രൂപയുടെ അനുവാദം വന്നു. ഈ വർഷത്തെ നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ്. പിന്നീട് നമ്മൾ രണ്ടാമത് പറഞ്ഞിരുന്നത് കുറച്ചേറെ തുക കണക്കുകളുടെ കാര്യത്തിനകത്തുള്ള തർക്കങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പണം അനുവദിക്കണം. അത് സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. മൂന്നാമത് കോടതി പറഞ്ഞത് കേസ് തുടരാം, കാരണം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്, കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ രണ്ടാമത്തതിന്റെ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തിരുന്നതാണ്. അതിനകത്ത് ഒന്നും തരാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരവസ്ഥ തന്നെയാണ് പറഞ്ഞത്. അത് ഏതായാലും കോടതിയിൽ അത് മെൻഷൻ ചെയ്തപ്പോഴാണ് ഇന്ന് കോടതി പറഞ്ഞത് ഇക്കാര്യം നിങ്ങൾ ഒന്നുകൂടി നോക്കണം, ഒന്നും കൊടുക്കില്ല എന്നുള്ള സമീപനമല്ല, നിങ്ങൾ ഒന്നുകൂടി ഇക്കാര്യം നോക്കണം, നാളെ രാവിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.